മുബഷിർ പി അക്ബറുണ്ട് വിശദാംശങ്ങളുമായി. മുബഷിർ, 14 ദിവസത്തേക്കാണ് പി വി അൻവർ MLA ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റപ്പെട്ട പി വി അൻവർ MLAയും 4 DMK പ്രവർത്തകരും അധിക സമയം വൈകാതെ തന്നെ അവർ അവിടെ എത്തിച്ചേരുമെന്ന് അറിയുന്നു. ഒപ്പം തന്നെ ഇന്ന് നേരം വെളുക്കുമ്പോൾ അദ്ദേഹം ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നും നേരത്തെ നമ്മളോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എപ്പോഴായിരിക്കും പി വി അൻവർ MLA തവനൂർ സെൻട്രൽ ജയിലിൽ എത്തുക? വിശദാംശങ്ങൾ. തുളസി, അല്പസമയത്തിനുള്ളിൽ തന്നെ പി വി അൻവർ MLAയും വഹിച്ചുകൊണ്ടുള്ള പോലീസിന്റെ വാഹനം തവനൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചേരും. നിലമ്പൂരിൽ നിന്നും യാത്ര പുറപ്പെട്ട വാഹനം സാധാരണഗതിയിൽ 2 മണിക്കൂർ സമയമെടുക്കും തവനൂരിലേക്ക് എത്താൻ. ഈ സമയമായതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരക്ഷാ ഭീഷണി ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് പി വി അൻവറിനെ മലപ്പുറത്തെ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ജയിലായിട്ടുള്ള സെൻട്രൽ ജയിൽ കൂടിയായിട്ടുള്ള തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. ആദ്യഘട്ടം വരെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതായിരുന്നു വിവരമുണ്ടായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ പോലീസ് തന്നെ തീരുമാനം മാറ്റി തവനൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ജയിലിനുള്ളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടാണ് ഇപ്പോൾ അൻവറിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ടും നിലപാട് വ്യക്തമാക്കുന്ന, നയം വ്യക്തമാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി മാറുന്നു എന്നുള്ളതാണ്. തന്നെ അറസ്റ്റ് ചെയ്തതിൽ ജയിലിൽ അടച്ചത് ജനാധിപത്യ വിരുദ്ധമായ വന നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ ജനകീയ യാത്രയുടെ ഭാഗമായി നടന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് പറഞ്ഞു തുടങ്ങുന്നത്. നേരത്തെ നമുക്കുൾപ്പെടെ തന്ന സൗണ്ട് ബൈറ്റിൽ അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ജനങ്ങൾ വലിയ പ്രയാസം നേരിടുന്ന ഒരു നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് താൻ ഇവിടെ സമരം ചെയ്തിട്ടുള്ളത്. അത്തരം ആവശ്യങ്ങളാണ് താൻ ഉന്നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ അറസ്റ്റ് വരിക്കുക എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള അറസ്റ്റായി തന്നെയാണ് താൻ കണക്കാക്കുന്നത് എന്നുള്ളതായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ട് അറസ്റ്റ് ഉണ്ടാകുന്നു, പോലീസ് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുന്നു. ഇന്നു രാത്രി തന്നെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അൻവറിനെ മാറ്റുന്നു. അതിലേറ്റവും അവസാനമായി അൻവർ തന്റെ നിലപാട് എന്താണോ ഇക്കാര്യത്തിൽ ഉദ്ദേശിച്ചിരുന്നത്, താൻ എന്താണോ പറഞ്ഞു വെച്ചിരുന്നത്, അത് അഴിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ സമൂഹ മാധ്യമത്തിലെ അക്കൗണ്ട് വഴി വീണ്ടും പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന 14 ദിവസം, റിമാൻഡ് കാലാവധി 14 ദിവസമായിരിക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ നമ്മളോട് പ്രതികരണമായി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ നേരിടും, കോടതിയിൽ സത്യം തെളിയിക്കും, സത്യം തെളിയിച്ച് പുറത്തു വരും എന്നുള്ളതാണ് അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ പ്രതീക്ഷിച്ചതുപോലെ, ആഗ്രഹിച്ചതുപോലെ രക്തസാക്ഷി പരിവേഷത്തിലേക്ക് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് ഉൾപ്പെടെ നിർണായകമാകുന്ന ഒരു സംഭവ വികാസത്തിലേക്ക് ഒരു അറസ്റ്റ് മാറുമോ? അത് കഴിഞ്ഞ് ജയിൽ മോചിതനായി തിരിച്ചു വരുന്ന അൻവറിനെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത്? അൻവറിനെ ആരൊക്കെ ചേർത്ത് പിടിക്കും? അൻവറിനെ ആരൊക്കെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തും എന്നതൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന. വിശേഷം കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ച് അറിയിച്ചൊരു സാഹചര്യത്തിൽ, പരസ്യമായി തന്നെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നൊരു സാഹചര്യത്തിൽ അത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തുളസി. എന്തായാലും നാളെ അതിന്റെ തുടർ പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. വിശേഷം മുസ്ലിം ലീഗിന്റെ നിലപാട് ഉൾപ്പെടെ ഇതിൽ ഏറ്റവും പ്രസക്തമാണ്. നേരത്തെ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഒരു സമദൂര നിലപാടായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്നതെന്ന് നമുക്കറിയാം. ശേഷം ഇവിടെ നിലനിൽക്കുന്ന ജനവിരുദ്ധ നയങ്ങൾ അത് പ്രതിഫലിപ്പിച്ചെടുക്കാൻ അൻവറിന്റെ പലതരത്തിലുള്ള പരിപാടികളിലൂടെ സാധിച്ചിരുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. മുസ്ലിം ലീഗിന്റെ KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് പ്രസംഗിച്ചതൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശനം വളരെ ഈസിയായി തന്നെ പൂർത്തിയാകും. അത് ഈ അറസ്റ്റിലൂടെ അദ്ദേഹം പൂർത്തിയാക്കി എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ. ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാകുമെന്ന വിവരം തന്നെ ലഭിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അഭിഭാഷകനെ നിർത്താമായിരുന്നു, അതുവഴി മുൻകൂർ ജാമ്യം തേടാമായിരുന്നു, അറസ്റ്റിൽ നിന്നും ഒഴിവാകാമായിരുന്നു, കേസും നടപടികളുമായി മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, നിലവിൽ അദ്ദേഹത്തിന്റെ കേസുകൾ വാദിക്കുന്ന അഭിഭാഷകനെ പോലും വീട്ടിലേക്ക് വിളിച്ചു വരുത്താതെ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിർത്താതെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നു. കേസുമായി താൻ സഹകരിക്കുമെന്ന് പറയുന്നു. അവിടെയുണ്ടായ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു എന്ന പരോക്ഷമായ പ്രതികരണം നടത്തുന്നു. സ്വാഭാവികമായിട്ട് ജയിലിലേക്ക് പോകാൻ ഉറച്ച ബോധ്യത്തോടു കൂടി നടത്തിയ ഒരു പ്രതികരണമായി തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കിയിരുന്നു. പോലീസിനോട് എതിരിടാൻ എന്തു തന്നെ അൻവർ ആ ഒരു ഘട്ടത്തിൽ തയ്യാറായിരുന്നത്. പക്ഷേ ഏറെ നേരം വൈകിയത് മൂലം ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിലേക്ക് കയറി ചെന്നുകൊണ്ട് തന്നെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന കാഴ്ച. പക്ഷെ അവിടെ കണ്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ
അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ വലിയ ഒരു പ്രതിഷേധമായിരുന്നു. അൻവറിനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു. പിന്നീട് മറ്റൊരു പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടാണ് അൻവറിനെ വൈദ്യപരിശോധനയ്ക്കായി നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ നിന്ന് ഇറക്കിയ സമയത്ത് വഴിനീളെ അൻവറിന്റെ രാഷ്ട്രീയ കൂട്ടായ്മയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. അൻവറിനു വേണ്ടി അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അൻവറിനു വേണ്ടി അവർ പോലീസ് വാഹനം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയിരുന്നു എന്നുള്ളതാണ്. വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയായിരുന്നു ഈ നടപടികളൊക്കെ തന്നെ തീർച്ചയായിട്ടും പോലീസ് പൂർത്തിയാക്കിയെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും DFO ഓഫീസ് തകർത്ത കേസിലാണ് ഇപ്പോൾ PV അൻവർ MLAയ്ക്കും ഒപ്പം 10 പേർക്കുമെതിരെ ആകെ 11 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ 14 ദിവസത്തേക്കാണ് PV അൻവറിനെയും ഒപ്പം 4 പേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് PV അൻവർ MLAയെ മാറ്റുന്നത്. അല്പസമയത്തിനകം തന്നെ PV അൻവർ തവനൂർ സെൻട്രൽ ജയിലിലെത്തും. BNS നിയമവും ഒപ്പം തന്നെ PDPP ആക്ടും പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് PV അൻവർ MLAയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് PV അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.